ഇതുവരെ ടി വീണ മാത്രമായിരുന്നു ഈ കേസിലെ പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ ആരോപണ വിധേയയായി ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ പണം എങ്ങനെ ചെലവഴിച്ചു, കിട്ടിയ പണം എവിടേക്കൊക്കെ പോയി? അതിപ്പോൾ റിയാസിൻ്റെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട്, മറ്റു ചില അക്കൗണ്ടുകളിലേക്ക് പോയിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ പുറത്ത് അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തായിരിക്കുകയാണ്. അപ്പോൾ അന്വേഷണം ഏതാണ്ട് റിയാസിലേക്കും കൂടെ കേന്ദ്രീകരിക്കുന്നു എന്നുള്ള ഒരു സൂചന നമുക്ക് ഈ പത്രക്കുറിപ്പിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അദ്ദേഹം അതിനെ പ്രതിരോധിക്കുന്നുണ്ട്, അതൊക്കെ വേറെ കാര്യം. അപ്പോൾ ഈ കിട്ടിയ പണത്തിൽ നിന്ന് ഒരു പങ്ക് 2021 തെരഞ്ഞെടുപ്പിൽ റിയാസിൻ്റെ പ്രചാരണത്തിന് ഉപയോഗിച്ചു എന്നൊരു സംശയം ഇപ്പോൾ ED പ്രകടിപ്പിക്കുന്നുണ്ട്. സോളസ് എന്ന് പറയുന്ന ഒരു പരസ്യ കമ്പനിക്ക് ഈ പണം കൈമാറിയിട്ടുണ്ട്. അത് പ്രചാരണത്തിനാണോ? ആണെന്ന് ഇതുവരെ CD പറഞ്ഞിട്ടില്ല. ആണോ എന്നൊരു സംശയത്തിൽ ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇനി റിയാസ്, നമ്മൾ നേരത്തെ പറഞ്ഞ നന്ദുലാൽ, അതുപോലെ തന്നെ നിഖിൽ, ഇവരെയൊക്കെ സമൻസ് കൊടുത്ത് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിക്കും എന്ന് പറയുന്നു. വീണയെ വീണ്ടും വിളിക്കുമെന്നും വാർത്തകളുണ്ട്. ഈ നന്ദുലാൽ എന്ന് പറയുന്ന ആളിൻ്റെ പേരിലാണ് വീണ ഒരു സിം എടുത്തത് എന്ന് EDക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് നന്ദുലാലിനെ ചോദ്യം ചെയ്തത്. അതുപോലെ ഈ ഇടപാടുമായി ബന്ധമുണ്ട് എന്ന പേരിലാണ് നിഖിൽ ചോദ്യം ചെയ്യപ്പെട്ടത്. ഇവരൊക്കെ ഇപ്പോഴ് അന്വേഷണത്തിൻ്റെ റഡാറിൽ നിൽക്കുകയാണ്. അതായത് റിയാസുമായി ബന്ധപ്പെട്ട ചില ആളുകൾ CMRൽ നിന്ന് ലഭിച്ച പണം അവർ വഴിക്കും പോയിട്ടുണ്ട്, അവർക്കും ലഭിച്ചിട്ടുണ്ട്. ഇതാണിപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. അപ്പോൾ ആ വഴിക്കും അന്വേഷണം പുരോഗമിക്കും. ഈ 85 ലക്ഷം രൂപ ഗൾഫിലേക്ക് അയച്ചതുമായി ബന്ധപ്പെട്ട് ഫെമ നിയമത്തിൻ്റെ വയലേഷൻ ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് മണി ലോണ്ടറിങ്ങുമായി ബന്ധപ്പെട്ടുകൂടിയാണ് ഈ റെയ്ഡ് നടന്നിരിക്കുന്നത്. അപ്പോൾ അത് അന്വേഷണ വിഷയമാണ്. അതുപോലെ വീണയുടെ ഉടമസ്ഥതയിലുള്ള ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അതിനെക്കുറിച്ചും വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. നേരത്തെ പിണറായി വിജയൻ്റെ വാടക വീട്ടിൽ നടന്ന റെയ്ഡിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് ആ കമ്പനിയുടെ പേരിലുണ്ടായിരുന്ന 15,57,000 ഉറുപ്പിക ED മരവിപ്പിച്ചിട്ടുണ്ട്. ഇത് വെറും ഒരു ഷെൽ കമ്പനി ആയിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ അതിൻ്റെ ഓഫീസൊക്കെ മാധ്യമപ്രവർത്തകരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ബോർഡ് എന്ന് പറയുന്ന ഒരു കടലാസിൽ DTP എടുത്ത ഒരു സംഭവമാണ്. കാര്യമായിട്ടൊരു ബോർഡ് പോലുമില്ല. അവിടെ അത് തുറന്ന് പ്രവർത്തിക്കുന്നതായിട്ട് ആർക്കും തെളിവില്ല, അതിൻ്റെ സൂചനകളൊന്നുമില്ല. അവിടെ ആരെങ്കിലും വന്നു പോയതായിട്ട്, വല്ലപ്പോഴും ആരെങ്കിലും വരുന്നതല്ലാതെ നിരന്തരമായിട്ട് ജോലിക്കാരെങ്കിലും വരുന്നതായിട്ട് ആർക്കും അറിയില്ല. വീണയും മറ്റൊരാളും ചേർന്നുള്ളൊരു പങ്ക് സ്ഥാപനമാണ്. അതിനെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഈ കമ്പനിയെ ഉപയോഗിച്ചിരുന്നത്?